السلام عليكم ورحمة الله وبركاته. وعليكم السلام. وعليكم السلام. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثانية من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. وقفنا بعيد نهاية أظن نحن متوافقين. آخر إلى وقفنا على آخر درس 20 ولم نكمل. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം അവസാന ഭാഗത്തിലേക്കാണ് 20ാമത്തെ പാഠത്തിൽ നമ്മൾ നിർത്തിയത്. പേജ് നമ്പർ 176. 76 بعد المئة أو 176. تمرين 9 خلاص. خلصنا التمرين التاسع. ولا نقول تمرين تاسع. تمرين 9 خلاص. هذا ليس جملة. عندنا ഒരു സെന്റൻസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണ സംസാരത്തിലേക്ക് പറയുമ്പോൾ ഖലസ്ന എന്ന് പറയും. നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ആ അർത്ഥത്തിലാണ് ഖലാസ് എന്ന് പറയുന്നത്. التمرين العاشر exercise 10. غدا نذهب نحن المتفوقين. നമ്മൾ മലയാളത്തിൽ പറയും ഞങ്ങൾ ടോപ്പേഴ്സ് ഇതാ പോകുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നെഹ്നു ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അൽ മുത്തഫവ്വിഖീൻ. മുത്തഫവ്വിഖീൻ എന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു മുത്തഫവ്വിഖീൻ. ഫൗക്കയായവർ അല്ലെങ്കിൽ ഫൗക്ക ആകപ്പെട്ടവർ എന്നല്ലേ മുത്തഫവ്വിഖ്. ആയവർ ഇസ്മുൽ ഫാഇൽ മുത്തഫവ്വിഖ്. അതിന്റെ ബഹുവചനമാണ് മുത്തഫവ്വിഖീൻ. അപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? അതിന് നസ്ബ് ചെയ്തത് കൊണ്ടാണ് അത് ഈന വന്നത്. അപ്പൊ നമ്മൾ സംസാരത്തിൽ പറയുമ്പോൾ നാം, ഞങ്ങളാകുന്നവർ, ഞങ്ങളായ അല്ലെങ്കിൽ ടോപ്പേഴ്സായ ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്തുകൊണ്ട് നസ്ബ് ചെയ്തു എന്ന് ചോദിച്ചാൽ അറബി വ്യാകരണ വിശാരദന്മാർ പറയുന്നത് അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അതിന്റെ മഫ്ഊൽ ബിഹി ആയിട്ട് ഒക്കെയാണ് എന്നാണ്. അഹസ്സു അല്ലെങ്കിൽ നഹസ്സു, നഹുസ്സു ഞങ്ങൾ അഥവാ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഒരു വാക്ക് വന്നിട്ട് അതിന്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും അങ്ങനെ എടുത്ത് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന പദം, എടുത്ത് പറയാൻ വേണ്ടി പറയും ഞങ്ങൾ. അതായത് ആര്? അൽ മുത്തഫവ്വിഖീൻ അഥവാ മികച്ചു നിൽക്കുന്നവർ അല്ലെങ്കിൽ ടോപ്പേഴ്സ് ആയവർ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രോനോൺ പറയുന്നു. ആ പ്രോനോണിൽ സൂചിപ്പിച്ചിരിക്കുന്ന പദത്തെ എടുത്തു പറയുന്നു, സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് മൻസൂബായിട്ടായിരിക്കും വരിക. ബാക്കി വിശദീകരണങ്ങളൊക്കെ ഗ്രാമറിന്റെ ടെക്നിക്കൽ എന്ത് ചെയ്യണം, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന മറ്റ് സംഗതികളാണ്. അതിലേക്ക് നമ്മൾ പോയിട്ടായിരിക്കും. പ്രോനോൺ പറഞ്ഞ ശേഷം ആ പ്രോനോണിനെ സൂചിപ്പിക്കുന്നത് ആര് എന്ന് എടുത്തു പറയും ചിലപ്പോൾ.
അങ്ങനെ എടുത്തു പറയുന്നത് അതിനെ എംഫസൈസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നു, വ്യക്തമാക്കുന്നതിന്. അതായത് ഇവർ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പറയുമ്പോൾ അത് നസ്ബിയായിട്ടായിരിക്കും വരിക, മൻസൂബായിട്ടായിരിക്കും വരിക. ഇത് മാത്രം മനസ്സിലാക്കുന്നത്. അപ്പോ നഹ്നുൽ മുതഫവ്വിഖീൻ അഥവാ ഞങ്ങൾ, ഗദൻ നദ്ഹബു ഞങ്ങൾ നാളെ പോകും, ഗദൻ നദ്ഹബു നഹ്നുൽ മുതഫവ്വിഖീൻ ഞങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിലുള്ളവർ പോകും എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഞങ്ങളാകുന്ന ഈ കൂട്ടം പോകും എന്നല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ് ആയ ഞങ്ങൾ പോകും. ഹുന ഇവിടെ എന്റെ എക്സ്പ്ലനേഷൻ പറയാം. ഹുന ഇവിടെ അൽ മുതഫവ്വിഖീൻ മൻസൂബുൻ അലൽ ഇഖ്തിസാസ്, സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് മൻസൂബിന്. അങ്ങനെയാണ് ഇത് നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഖാസാക്കുക അല്ലെങ്കിൽ സവിശേഷമായി എടുത്തു പറയുക. ഇഖ്തിസാസ്, ഇഖ്തിസാസ് എന്നാണ് അതിന് പറയുന്ന ടെക്നിക്കൽ വാക്ക്. വഹുവ മഫ്ഊലുൻ ലിൽ ഫിഅലി അഖുസ്സു, അഖുസ്സു എന്ന് പറയുന്ന ഫിഅലിന്റെ മഫ്ഊലുൻ ബിഹി ആയിട്ടായിരിക്കും വരിക. വഹാദൽ ഫിഅലു വാജിബുൽ ഹൽഫി, അത് പറഞ്ഞാൽ ഈ സാധനം അവിടെ ഉണ്ടാവില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഹാദൽ ഫിഅലു, ഈ അഖുസ്സു ഞാൻ, അല്ലെങ്കിൽ നഖുസ്സു ഞങ്ങൾ സവിശേഷമാക്കുന്നു, അഖുസ്സു ഞാൻ സവിശേഷമാക്കുന്നു അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് വഹാദൽ ഫിഅലു, ഈ ഫിഅല് വാജിബുൽ ഹൽ, അത് ഒഴിവാക്കൽ എന്താണ്, നിർബന്ധമാണ്. സെന്റൻസിൽ അവിടെ ഉണ്ടാവുകയില്ല. ഗ്രാമറ്റിക്കലി എന്താണ്, വാജിബാണ് അവിടെ ഒഴിവാക്കുക എന്ന്. വയത്തിൽ മഖ്സൂസ്, സ്പെസിഫൈഡ് ആയിട്ടുള്ളത് എടുത്തു പറഞ്ഞിട്ടുള്ള നാമം മാത്രമായിരിക്കും അവിടെ വരിക. വയത്തിൽ മഖ്സൂസ് ബയാനിൽ മഖ്സൂദ്, ഖസദ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖസദ ഉദ്ദേശിച്ചു, ഖസദ യഖ്സുദു, മഖ്സൂദ് ഉദ്ദേശിക്കപ്പെട്ടത് ഇതാണ്. മഖ്സൂസു ലിബയാനിൽ മഖ്സൂദി ബിദ്ദമീർ, നേരത്തെ പറഞ്ഞ സർവനാമം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടത് എന്താണോ അത് അവിടെ വരും, വരും. അൽ മഖ്സൂസു സ്പെസിഫൈ ചെയ്യപ്പെട്ടത്, ലി ബയാനിൽ മഖ്സൂദി ഉദ്ദേശിക്കപ്പെട്ടത് വ്യക്തമാക്കുന്നതിന് വേണ്ടി, ബിദ്ദമീരി മുൻപ് പറഞ്ഞ സർവനാമം കൊണ്ട്. നഹ്വ് ഈ പറയുന്നത് പോലെ, നഹ്നുൽ മുസ്ലിമീന ലാ നഖാഫു ഇല്ലല്ലാഹ്, ഞങ്ങൾ മുസ്ലിങ്ങൾ അല്ലാഹ് അല്ലാതെ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് പോലെ. നഹ്നുൽ മുസ്ലിമീന, അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിമീൻ പോയതെന്ന് പറഞ്ഞാൽ അവിടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ആ നാമം എടുത്തു പറഞ്ഞത് കൊണ്ടാണ് അവിടെ നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ സർവനാമം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി നാമം എടുത്തു പറയുന്നതിനെയാണ്, നാമം എടുത്തു പറഞ്ഞത് കൊണ്ടാണ് അവിടെ നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണം 2, നഹ്നു തുല്ലാബൽ മഅഹദി, നഹ്നു അത്തുല്ലാബൽ മഅഹദി, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ്. നസ്കുനു ഫിൽ മഹ്ജഇൽ അവ്വൽ, ഒന്നാമത്തെ മഹജ എന്താണ്, ഹോസ്റ്റൽ, അല്ല മഹ്ജ ഹോസ്റ്റൽ, മഅഹദ് ഇൻസ്റ്റിറ്റ്യൂട്ട്. وفي الحديث الشريف, ഹദീസിലുണ്ട്, ഇന്ന മഅശറൽ അംബിയാഇ ലാ നൂറസു, ഇന്ന മഅശറൽ അംബിയാഇ, മഅശറ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, നസ്ബ് ചെയ്യപ്പെട്ടിട്ടാണ്. ഇന്ന ഞങ്ങൾ, മഅശറൽ അംബിയാ അതായത് മഅശറ എന്ന് പറഞ്ഞ സമൂഹം. യാ മഅശറ ഖുറൈശ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹദീസ് കേട്ടിട്ടുണ്ടാവും. മഅശർ സമൂഹം, മഅശർ. ഇന്ന മഅശറൽ അംബിയാഇ ഞങ്ങൾ നബിമാർ അല്ലെങ്കിൽ പ്രവാചക സമൂഹം. മറ്റേ മാഷർ ഇതും
ഒന്ന് തന്നെയാണ് അത് അല്ല മഹ്ഷറാണ്. മറ്റത് ശരി മഹ്ഷർ. ഹഷറ യഹ്ഷുർ ഒരുമിച്ച് കൂട്ടി. മഹ്ഷർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഇതെന്താണ്? ഐനാണ്. മഹ്ഷർ. മഹ്ഷർ അതിന്റെ ബഹുജനമാണ് മആശിറു. മഹ്ഷർ മആശിറു. ഇന്ന മഅശറൽ അംബിയ, ഞങ്ങൾ പ്രവാചക സമൂഹം, ലാ നൂറസു, അനന്തരമെടുക്കപ്പെടുകയില്ല. അനന്തരം എടുക്കപ്പെടുകയില്ല. അതെന്താണ്? പ്രവാചകന്മാരുടെ സ്വത്തൊക്കെ ബൈത്തുൽ മാലിലേക്ക് പോവുക. അനന്തരമായി അനന്തരാവകാശം ഉണ്ടാകുകയില്ല. മഅശറൽ അംബിയ ലാ നൂറസു ഇംല അൽ ഫറാഗ ഫീമാ യഅതി ബിഖുസൂസിൻ ബിമഖ്സൂസിൻ. അവിടെ എന്ത് ചെയ്യണം? മുനാസിബിൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള മഖ്സൂസ് ചേർക്കണം. സ്പെസിഫൈ ചെയ്യപ്പെടുന്ന ഉചിതമായ പദം ചേർത്തുകൊണ്ട് കമ്മിറ്റ് ചെയ്യാം. നഹ്നു അൽ മഅഹദി നദ്റസു സബാഹൻ വ മസാഅൻ. ഇതായിരിക്കും വരിക. ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്താ വരുള്ളൂ? മഅഹദ് നദ്റസു, ഞങ്ങൾ പഠിക്കുന്നു എന്നാണ്. സബാഹൻ വ മസാഅൻ. തുല്ലാബേ ചേരുള്ളൂ. നഹ്നു തുല്ലാബ, അല്ലേ? തുല്ലാബൽ മഅഹദി. വേറൊരു പദം അവിടെ യോജിക്കില്ല. തുല്ലാബൽ മഅഹദി. അപ്പൊ എന്ത് വേണം അവിടെ? മൻസൂബായ പദം ചേർക്കണം. നഹ്നു വന്നുകൊണ്ട് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ബാക്കി പഠിക്കുന്നു എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആയിരിക്കും. നഹ്നു തുല്ലാബൽ മഅഹദി. നഹ്നു തുല്ലാബൽ മഅഹദി. അലിഫ് ലാം വേണ്ട. നദ്റസു സബാഹൻ വ മസാഅൻ. അലിഫ് ലാം വേണ്ടാത്ത എന്താന്ന് വെച്ചാൽ മഅഹദിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുന്നു. തുല്ലാബൽ മഅഹദി. നദ്റസു സബാഹൻ വ മസാഅൻ. എന്താ അർത്ഥം? രാത്രിയും പകലും എടുക്കും. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും. സബാഹൻ വ മസാഅൻ. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഇല്ല, സിംഗിൾ ഷിഫ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് 2 നേരവും പഠിക്കണം. സബാഹൻ വ മസാഅൻ, മോർണിംഗ് ആൻഡ് ഈവനിങ്, രാവിലെയും വൈകുന്നേരവും. നഹ്നു ലാ നുശ്രികു ബില്ലാഹി ഷൈഅൻ. ആരാണ്? മുസ്ലിമീന. അപ്പൊ മുസ്ലിമൂന അല്ല വേണ്ടത്, മുസ്ലിമീന. നഹ്നു അൽ മുസ്ലിമീന. അൽ മുസ്ലിമീന. അവിടെ ഇളാഫത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? അൽ ചേർത്ത് പറയണം. അൽ മുസ്ലിമീന. നഹ്നു അൽ മുസ്ലിമീന ലാ നുശ്രികു ബില്ലാഹി ഷൈഅൻ. ഞങ്ങൾ മുസ്ലിങ്ങൾ അള്ളയോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. പിന്നെ തംരീൻ ഷഫവിയാണ്. ഷഫവി അറിയാമല്ലോ. വൈവ, സംഭാഷണം, സംസാരത്തിലൂടെ, എഴുത്തിലല്ല, റിട്ടേൺ അല്ല, ഓറൽ. യഅതി കുല്ലു ത്വാലിബിൻ ബിമിസ്ലി ലി അൽ ഇഖ്തിസാസ്. ലിൽ ഇഖ്തിസാസ്. ലിൽ ഇഖ്തിസാസ്. ഇഖ്തിസാസ് എന്ന് പറഞ്ഞ പ്രയോഗം ആണല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. ഷഫവി എന്ന് പറഞ്ഞാൽ ഓറൽ. ഇതുവരെ പറഞ്ഞതെല്ലാം എഴുതാനുള്ളതാണ്. ഇനി പറയുന്നത് പറയാനുള്ളതാണ്, ക്ലാസ്സിൽ പറയാനുള്ളതാണ്. തംരീൻ ഷഫവി നേരത്തെ മതിലുണ്ടാവും. ഷഫവി ഓറൽ, അല്ലെങ്കിൽ വൈവ. يأتي كل طالب بمثل للاختصاص مستعملا الاسم المنسوب إلى بلده. نحن الهنود، نحن اليابانيين، نحن أفارقة. أفارقة എന്താ? ആഫ്രിക്കക്കാർ. ഇന്ത്യൻ ഹുനൂദ്, അഫ്രിക്കയും അഫാരിഖത്ത്, ആഫ്രിക്കക്കാർ. യാബാനിയും യാബാനിയൂൻ, യാബാനിയീൻ.
ഹുനൂദ ഒരു ഉദാഹരണം പറഞ്ഞ്. ഹിന്ദി. ഞങ്ങൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നു? എന്ത് വേണം പറയാം? NSB അത് പറയണം എന്നർത്ഥം. ഓക്കെ, ഇതാണ് നഹ്നുൽ അൽമാന. അൽമാൻ എന്താ? ജർമ്മനി. ജർമ്മൻകാർ. നഹ്നുൽ ഇംഗ്ലീഷ, ഇംഗ്ലീഷുകാർ. ഓക്കെ, ഹാത്തി മുദാരി അൽ അഫ്ആൽ ആതിയ. ഫീലുകളുടെ മുദാരി. ബല്ലഗ യുബല്ലിഗു. തവജ്ജഹ യതവജ്ജഹു. തജസ്സസ يتجسس യതജസ്സസ്. തവജ്ജഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വജ്ജഹ തിരിച്ചു. തവജ്ജഹ തിരിഞ്ഞു. വജ്ജഹത്തു ഞാൻ തിരിച്ചു, വജ്ഹിയ എന്റെ മുഖത്ത്. ഇവിടെ എന്താണ്? തവജ്ജഹ തിരിഞ്ഞു, സ്വയം തിരിഞ്ഞു. അല്ലെങ്കിൽ അഭിമുഖീകരിച്ചു, സ്വയം അങ്ങോട്ട് പോയി, പുറപ്പെട്ടു പോയി എന്നൊക്കെ അർത്ഥത്തിലാണ് തവജ്ജഹ ഉപയോഗിക്കുന്നത്. തജസ്സസ് എന്താ അർത്ഥം? കഴിഞ്ഞ പ്രാവശ്യം അറിയായിരുന്നു. അസ്രയുടെ മുളാരി എന്താണ്? അല്ല, കറക്റ്റായിട്ട് പറയും. എന്നൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത്. അഞ്ചല യു വന്നാ പിന്നെ ഗസ്രയിലേ വരുള്ളൂ. എന്നേ വരുള്ളൂ. ഒരേ സമയം നിങ്ങൾ യു കൊടുക്കുകയും പിന്നെ അതിന് 10 കൊടുക്കുകയും നിങ്ങൾ ഈ അഞ്ചല യുൻസിലു അസ്രയുടെ അർത്ഥം എന്താ? ധൃതി കാണിച്ചു. ഹറി. ബസഖ ഇതിൽ പ്രത്യേകിച്ച് അറിയേണ്ട, മുളാരി പഠിക്കേണ്ടതായിട്ടുള്ളത് ബസഖ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ ഗ്രൂപ്പ് അനുസരിച്ച് ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് അങ്ങനെ വരുള്ളൂ. ബല്ലഗ യുബല്ലിഗു, തവജ്ജഹ യതവജ്ജഹു, തദക്കറ യതദക്കറു, തജസ്സസ യതജസ്സസു, അതും ആ ഗ്രൂപ്പ് തന്നെയാണ്. അസ്ര യുസ്ര മനസ്സിലെ ഗ്രൂപ്പാണ്. അസ്ര യുസ്ര എന്ന് മാത്രമേ ഉള്ളൂ. ബസഖ എന്നത് ചൊല്ലി പഠിച്ചേ പറ്റുള്ളൂ. ബസഖ യബ്സുഖു, ബസഖ യബ്സുഖു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. ബസഖയുടെ അർത്ഥം എന്താ? അർത്ഥം നിങ്ങൾ തന്നെ പറയും. فلما رأى القمر بازغا فلما رأى الشمس بازغة. ഉദിച്ചു, തെളിഞ്ഞു വന്നു, മറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും തെളിഞ്ഞു വന്നു എന്ന അർത്ഥത്തിലാണ് ബസഖ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. ഹാത്തി മുഫ്രദ്. ഖുലഫാ ഖലീഫത്തുൻ. ഖലീഫ ഒറ്റ ഇങ്ങനെ പറഞ്ഞാൽ പോരാ കേട്ടോ, അവസാനത്തെ അക്ഷരവും അതിന്റെ അടയാളവും പറയണം. വറസത്തുൻ. വറസത്തുൻ വരിസയുടെ വരിസ എന്നെങ്ങനെ വരിക? വറസത്തിന്റെ മുഫ്രദ് ഔറസയല്ല. അതൊക്കെ നിങ്ങൾ ഫെയിലാണ് പറയുന്നത്. ഫെയിലും മുഫ്രദ് ചോദിച്ചാൽ എന്തായിരിക്കും? നൗണായിരിക്കും. ഏകവചനം. അപ്പൊ എന്തായിരിക്കും? ഇസ്മായിരിക്കും. വാരിസുൻ. വാരിസുൻ ജമഉഹു വറസത്തുൻ. വറസത്ത് ഖുർആനിലുണ്ട്, വാരിസുമുണ്ട്. വഅലൽ വാരിസി മിസ്ലു ദാലിക. അതേപോലെ വജഅൽനാ മിൻ വറസതി ജന്നത്തിൻ നഈം.
അല്ലേ? വറസത്ത് അനന്തരാവകാശികൾ, വാരിസ് അനന്തരാവകാശി. മആശിർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മഅ്ശറയല്ല, മഅ്ശറുൻ. ആ, മറ്റേത് മഹ്ശറ എന്ന് നമ്മൾ പറയുന്ന അവസാനം ഒരു താ ഉള്ളതുകൊണ്ടാണ് മഹ്ശറ, അല്ലെങ്കിൽ മഹ്ശർ എന്നാണ്. മഹ്ശറ തായില്ല, മഹ്ശർ എന്നാണ് പറയേണ്ടത് ശരിക്കും. അത് നമ്മൾ പറഞ്ഞു മഹ്ശറയായത്. മഹ്ശറ മൈതാനി മഹ്ശർ എന്നേ ഉള്ളൂ, തായൊന്നുമില്ല. ഹാത്തി ജംഅ് റിസാലത്തുൻ. റിസാലാത്തുൻ. റിസാലാത്തുൻ. വേറെന്തോ ഒരു ബഹുവചനം ഉണ്ടെന്ന് തോന്നുന്നു. റിസാലാത്ത് ഖുർആനിൽ തന്നെ ഉള്ളതാണ്. റിസാലാത്തി റബ്ബി. തന്നെ. ഹദിയഖത്തുൻ. ഹദായിഖു. ഹദായിഖ് ഉണ്ടല്ലോ ഖുർആനിൽ. ഹദീഖത്തിന് എന്തായിരുന്നു പെട്ടെന്ന് മറന്നുപോയി. എന്താണ് ഹദിയഖത്ത്? ഹദീഖത്തിന്റെ ബഹുവചനം. അതെ, ബഹുവചനം കണ്ടിട്ടുള്ള ഖുർആനിൽ. അല്ല, മനോഹരമായ ഗാർഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ذات بهجة. ഉണ്ടോ ഷേഖന്മാരെ? ഹദായിഖ. ഹദായിഖ ആയനാവ് നമ്മൾ ഇതിൽ തന്നെ ഉണ്ട്, എല്ലാ പേരിൽ തന്നെ ഉണ്ട്. അതെ. അഹലിന്റെ ബഹുവചനം. അഹലുൻ, അഹാലി അല്ലെങ്കിൽ അഹാലിൻ. അൽ വരുമ്പോൾ അൽ അഹാലി. അല്ലെങ്കിൽ എന്താണ്? അഹാലിൻ. അഹ്ലൂന് എന്ന് പറയാം കേട്ടോ. അഹ്ലൂന്, അഹ്ലുൻ, അഹ്ലൂന്. പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട് അഹ്ലൂന്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹ്ക്ക് ജനങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട്, റിലേറ്റീവ്സ്. അള്ളാന്റെ റിലേറ്റീവ്സ് ആരാ? അള്ളാന്റെ അഹ്ലുകാരാരാ? അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾക്കാർ. ആഹിലത്തുന്നൊരു വാക്കില്ലേ? ആഹിലത്തുൻ. ഓർമ്മ വരുന്നില്ല. അത് ആയിലത്തല്ലേ? അഹാലിൻ, അഹാലി, അഹാലിൻ എന്നാണ് ടെക്സ്റ്റിലുള്ളത്. പിന്നെ ഹദീസിൽ അങ്ങനെ അഹ്ലീന വന്നിട്ടുണ്ട്. അഹ്ലീന വന്നിട്ടുണ്ടെങ്കിൽ അഹ്ലൂൻ എന്നാണ് അതിന്റെ ഒറിജിൻ. പിന്നെ വഫാത്ത്. വഫാത്ത്. ഏത്? വഫാത്തുൻ ജമ വഫായാത്തുൻ.
വൊക്കാബുലറി ഉണ്ട്. ആ വഫായാത്ത്, വഫാത്തും ജമഹു വഫായാത്ത്. اوكي طيب هذه هي نهاية الدرس ال20 وسننتقل إلى 21 الدرس ال21 21ലേക്ക് പോവാണ്. ഇതിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുള്ള കുറെ സംഗതികളാണ് ഇതിലും വന്നിരിക്കുന്നത്. തസാഅല ഗ്രൂപ്പ് തദക്കറ ഏത് തദക്കറ അല്ല തദക്കറ നമ്മൾ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞ പാഠത്തിലാണ്. ഈ അടുത്ത 21 ഒരു സംശയം ചോദിക്കട്ടെ. ബല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മള് ബല്ലഗ. ബല എത്തിയല്ലേ? ആ ബലഗ എത്തി, ബല്ലഗ ബലഗ എത്തിച്ചു. 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 നമ്മൾ ഈ ഇറക്കുന്നതിന് ഇതുപോലെ ഒരു വാക്കല്ല പറയാ, ഭക്ഷണം ഇറക്കുന്നതിനൊക്കെ? അത് നസലാണ്. അയിനാണ് അത് ബല് ഓ, കേട്ടാ. ആ ആ ഗുളികയൊക്കെ വിഴുങ്ങുന്നതിന് എന്ത് പറയും? ആ. ആ അത് അയിനാണ് ബൽ. ചവക്കുന്നു തോന്നുന്നല്ലേ. ചവയ്ക്കാതെ ഇറക്കുന്നതിന്, ഇറക്കുന്നതിന് ചവയ്ക്കാതെ ഇറക്കുന്നതിന്, ചവയ്ക്കാതെ ഇറക്കുന്നതിന് പറയുന്നത് അയിനാണ്, വൈനല്ല. ഇത് വൈനാണ്. ആ ബല. അപ്പൊ അതിന് ബുലു കഴിഞ്ഞിട്ട് പറഞ്ഞാല് വിഴുങ്ങൽ. ബലാൽ ലൊക്കമത്ത് എന്ന് പറഞ്ഞാൽ അൻജലഹ മുബാശറത്തൻ മിൻ ഹൽഖൂമിഹി ഇല ജൗഫിഹി ലം യദ്മഗ്. അതിനെ ചവയ്ക്കാതെ എന്ത് ചെയ്യുക, ഇറക്കുന്നതിനാണ് ബല എന്ന് വാക്കുന്നത്. പുള്ളി ഉള്ളതാണ് ഇത്. അത് ബല വിഴുങ്ങുന്നതിന് എന്തില്ല, പുള്ളിയില്ല, പുള്ളിയില്ല. തടസ്സമില്ല. തടസ്സം ഉണ്ടായാൽ എന്തായി? തടസ്സം അവിടെ തടഞ്ഞിരുന്നു പോകുന്നത്. അതുകൊണ്ട് തടസ്സം ഇല്ലാത്തതാണ് ഇറക്കുന്നത്, വിഴുങ്ങുന്നത്. ഓക്കെ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട വാക്കായിരിക്കും. ഇടക്ക് കേൾക്കുന്നതാണ്. ആ അപ്പോ തസാഅല ഗ്രൂപ്പാണ് ഇതിന് വരുന്നത്. പിന്നെ ലൈറ്റയുടെ പ്രയോഗം വരുന്നുണ്ട്. ഇന്നയുടെ ഒരു സഹോദരിയാണ് ലൈറ്റ. പിന്നീട് നമ്മൾ പഠിച്ച വർഗത്തെ നിഷേധിക്കുന്നില്ല, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ദർസ് ഹാദി വ ഇശ്രീൻ എന്ന് പറയാതെ ഇഷ്റൂൻ എന്ന് പറയാനുള്ള ഹാദി വശറൂൻ, ഹാദി വശറൂൻ എന്നാണ് നമ്മൾ പഠിച്ചില്ലേ, എണ്ണം പഠിച്ചില്ലേ? അൽ ഇഷ്റൂൻ, ഹാദി വശറൂൻ, അങ്ങനെയാണ് ബേസിക്കലി വരുന്നത്. പിന്നെ നമ്മൾ സ്പോക്കണിൽ വരുമ്പോഴത്തേക്ക് എല്ലാം ഈനാക്കിയാണ് പറയുക. റിയാലൈൻ എന്നാണ് പറയുക. റിയാലൈൻ, 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 റിയാലാൻ എന്നല്ല പറയുന്നത് അല്ലേ? സ്പോക്കണിൽ പറയുമ്പോൾ അവിടെ സൗദി ചെല്ലുന്ന ഫേമസ് ആയിട്ട് പറയുന്നത് റിയാലൈൻ, 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 2 റിയാൽ 2 റിയാൽ എന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ട്. പണ്ടൊന്നറിയില്ല, ഇപ്പൊ എന്നെ ഹംസ ഇഷിനിയൊക്കെ ആയിട്ടാണ്. എല്ലാം നെസ്ബിയതാണ് സ്പോക്കണിൽ പറയുന്നത്. പക്ഷെ നമ്മൾ എടുത്ത് നോക്കിയാൽ ശരിക്കും റിയാലാനാണ്. അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഷെറൂൺ എന്നല്ല, ഷെറൂൺ റിയാൽ എന്നല്ല പറയാം, ഇഷിരി കം റിയാൽ എന്ന് ചോദിച്ചാൽ ഇഷിരി റിയാൽ. അങ്ങനെ സ്പോക്കണിൽ അങ്ങനെ ആയത്. മലയാളത്തിൽ ഒരുപാട് വാക്ക് എങ്ങനെ ഗ്രാമർ ഇല്ലാതെ ഗ്രാമർ തെറ്റിച്ച് പറയും. 2 റിയാൽ റിയാലേന്നും പറയാൻ പറ്റില്ല. റിയാലാന്ന് പറയുന്ന പോലെ തന്നെ റിയാലാൻ എന്നാണ് യഥാർത്ഥത്തിൽ. എന്താണ്, ഓരോ നാമങ്ങളും റഫ് ചെയ്യപ്പെട്ടതായിരിക്കും. അതിന്റെ ബേസിക് അടിസ്ഥാനപരമായും അഥവാ റഫ് ചെയ്യപ്പെട്ടതായിരിക്കും. പിന്നീട് അതിന് യൂസേജിൽ മാറ്റം വരുന്നതാണ്.
ടെന്നീസിന്റെ സ്ഥാനം അനുസരിച്ച് മാറും, അത് വേറെ കാര്യം. പക്ഷെ സ്പോക്കണിലും ഈ മാറ്റം വ്യാപകമായി കാണാം, എല്ലാ ഭാഷയിലും കാണാം. ഓ ഓക്കെ, المدرس عما تتساءلون يا إخوان. നമ്മൾ പഠിച്ചായിരുന്നു തസാഅല പറഞ്ഞാല് ഒന്നിലധികം ആൾക്കാർ വേണം. പരസ്പരം ചോദിക്കുന്നു അല്ലേ? പരസ്പരം ചോദിക്കുക. തസാഅല. നമുക്കിതില് പുതുമയില്ലാത്തത് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചതുകൊണ്ടാ. നൗഫല് ഫൈനൽ വരെ എത്തിയോന്ന് അറിയില്ല. അല്ല, നൗഫല് എവിടം വരെ എത്തി? ഫൈനലെത്തിയിട്ടില്ല. അതിനു മുമ്പ് പഠിക്കും. സിൽവറിൽ കഴിയും തസാഅല, അതിനു മുമ്പ് കഴിയും. ഖുർആനില് തസാഅല ഗ്രൂപ്പില് വാക്കുകൾ കുറവാണ്. അതേസമയം കോമൺ യൂസേജിൽ കുറെ അധികം വാക്കുകൾ വരുന്നുണ്ട്. അമ്മ തതസാഅലൂന യാ ഇഖ്വാൻ ഉപദേശ്, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഓർ ടോക്കിംഗ് ഈച്ച് അതർ. നിങ്ങൾ സംസാരിച്ചോ, പരസ്പരം ആസ്കിങ് ഈച്ച് അതർ, പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്തിനെ കുറിച്ചാണ്? നതസാഅലു അനിൽ ഇംതിഹാൻ. നതസാഅലു അനിൽ ഇംതിഹാൻ കൈഫ യകൂൻ. ഞങ്ങൾ എന്തിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇംതിഹാൻ, ഇഖ്തിബാർ എന്നും പറയും. ഇഖ്തിബാർ എന്നാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന, വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. ഇംതിഹാൻ പഴയ യൂസേജിൽ കൂടുതലാണ്. ഇംതിഹാൻ പരീക്ഷ. ഇംതിഹാൻ കൈഫ യകൂൻ, എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അസഹലത്തൻ തകൂനുൽ അസ്ഇലതു അം സഅബതൻ. നമ്മൾ നേരത്തെ പഠിച്ചാണ് കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് പരസ്പരം നമ്മൾ എഴുതി പഠിക്കുക. അസഹലത്തൻ തകൂനുൽ അസ്ഇലതു അം സഅബതൻ. ഇവിടെ സഹലത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? മുന്തിച്ചിരിക്കുകയാണ്. തകൂനു അതകൂനു സഹലത്തൻ എന്നാണ് ശരിക്കും വരേണ്ടത്. അതുകൊണ്ടാണ് സഹലത്ത് നസ്ബ് ചെയ്തത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്യും? ബന്ധിപ്പിക്കും ചോദ്യത്തിന് വേണ്ടി. അസഹലത്തൻ എളുപ്പമായിരിക്കുമോ? അസഹലത്തൻ തക്കൂനു എളുപ്പമായിരിക്കുമോ? അല്ല അസ്ഇലത്തു ചോദ്യങ്ങൾ. അസ്ഇലത്തിന്റെ ഏകവചനം എന്താണ്? സുആലുൻ. സുആലുൻ. സുആലുൻ ഹംസാണ്. സുആലുൻ. അം സഅബതൻ, അല്ല സഅബത്ത് സഹലത്തിന്റെ ഓപ്പോസിറ്റ് സഅബത്ത്. ശരിക്കും എന്താണ് നമ്മൾ അതിന്റെ മുദക്കറാണ് പഠിക്കേണ്ടത്. എഴുതി പഠിക്കേണ്ടത് സഹലുൻ. സഹലുൻ ആണ് മുദക്കർ. അതിന്റെ ഓപ്പോസിറ്റ് സഅബുൻ. ഇവിടെ അസ്ഇലത്ത് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ബഹുവചനമായതുകൊണ്ടാണ് ജംഅ് ഉപയോഗിച്ചത്. അസഹിലത്തൻ അൽ അസ്ഇലത്തു, അസ്ഇലത്ത് സഹിലത്തായിരിക്കുമോ? അം സഅബതൻ. അപ്പോ ആയും അമ്മ നമ്മൾ നേരത്തെ പഠിച്ചു. അതാണോ ഇതാണോ? അങ്ങനെയാണോ ഇങ്ങനെയായിരിക്കും? അം അസഹിലത്തൻ തകൂനുൽ അസ്ഇലത്തു അം സഅബതൻ. أنستطيع أن ننجح بتقدير ممتاز أم لا؟ أنستطيع استطاع സാധ്യമായി. استطاع എവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ? അലൈഹി ആണോ ഇലൈഹി ആണോ? ഇലൈഹി. استطاع إليه سبيلا. أن ننجح. ننجح എന്താ? നൻജഹയുടെ മാളി എന്തായിരിക്കും? നജഹ. നജഹ യൻജഹു, പാസ്സായി, ജയിച്ചു.
അൻ നൻജഹ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ? അൻ വന്നോണ്ട് നസ്ബ് ചെയ്തു. ബിത്തഖ്ദീർ തഖ്ദീർ എന്താ? ഖദറുണ്ട്. തഖ്ദീർ ഇവിടെ ഗ്രേഡ് ആണ് കേട്ടോ. ഉം. ആ അവസ്ഥയിൽ നമ്മൾ തഖ്ദീർ എന്ന് പറഞ്ഞാൽ ഖദ്ദറ യുഖദ്ദിറു തഖ്ദീർ ഖദറാക്കി. ഞങ്ങൾക്ക് ഖദറാക്കി കിട്ടുമോ? തഖ്ദീർ ഗ്രേഡ്. ഖദർ എന്താണ് അർത്ഥം? ഖദർ തഖ്ദീർ എന്താ? ഗ്രേഡ് ഖദ്ദറ നമുക്ക് ഖദറാക്കി നിർണയിച്ചു. നിർണയിച്ചു. അപ്പൊ മൂല്യനിർണയത്തിൽ ഞങ്ങൾക്ക് മുംതാസ് കിട്ടുമോ? മുംതാസ് എക്സലന്റ്. എക്സലന്റ് മുംതാസ്. പിന്നെ വന്നിട്ട് നമ്മളെ മുംതാസ് ജിദ്ദനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ആക്കി കൊടുത്തിരിക്കുന്നത്. ഏകദേശം അറബി രീതിയിലാണ് നമ്മുടെ ഗ്രേഡ് നമ്മൾ ശരി. മക്ബൂൽ മക്ബൂലാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? ഗുഡ് അല്ല, മക്ബൂൽ എന്ത് ചെയ്യും? മക്ബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യോഗ്യം, പാസ്, ജസ്റ്റ് പാസ്. കബൂൽ. കബൂൽ മക്ബൂൽ സ്വീകരിക്കപ്പെട്ടു. ഏറ്റവും ടോപ്പ് ആയിരിക്കും വരിക മുംതാസ് ജിദ്ദനാണ് വരിക. മക്ബൂൽ, പിന്നെ ജയ്യിദ്, ജയ്യിദ് ജിദ്ദൻ, മുംതാസ്, മുംതാസ് ജിദ്ദൻ, ഇങ്ങനെയാണ് അവിടുത്തെ ഗ്രേഡിങ്. മക്ബൂൽ പാസ്, ജയ്യിദ് ഗുഡ്, ജയ്യിദ് ജിദ്ദൻ വെരി ഗുഡ്, മുംതാസ് എക്സലന്റ്, മുംതാസ് ജിദ്ദൻ വെരി എക്സലന്റ്. അത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് എടുത്തു. ഓക്കെ. അംല ബിതഖ്ദീരിൻ മുംതാസിൻ, എക്സലന്റ് ഗ്രേഡോട് കൂടി ഞങ്ങൾക്ക് പാസ്സാകാൻ കഴിയുമോ? അല്ലേ? പാസ്സാൻ കഴിയുമോ? ഇല്ലേ? المدرس اطمئنوا يا إخوان، اطمئنوا يا إخوان. اطمئن ഖുർആനിലുണ്ടല്ലോ اطمئن. تطمئن القلوب. يا أيتها النفس المطمئن ഉണ്ട്. اطمئن സാധ്യമായി എന്ന് പറഞ്ഞാൽ അല്ലേ? ശാന്തി അടഞ്ഞു. ശാന്തി അടഞ്ഞു. اطمئن 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 സമാധാനമായി. اطمئنوا ബി പേഷ്യന്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? സമാധാനമായിട്ടിരിക്കുക. യാ ഇഖ്വാൻ, സഹോദരന്മാരെ. സയകൂൻ ഇംതിഹാനു സഹലൻ ഇൻഷാ അല്ലാഹ്. പരീക്ഷ എളുപ്പമായിരിക്കും. സഹല് ഇപ്പൊ കണ്ട അവിടെ മുദക്കർ വന്നു. നേരത്തെ എന്തായി? മുഅന്നസ് ഉപയോഗിച്ചത് അൽ-അസ്ഇലത്ത് വന്നതുകൊണ്ട് ബഹുവചനമായിരുന്നു. സഹലൻ ഇൻഷാ അല്ലാഹ്. സയകൂൻ ഇംതിഹാനു സഹലൻ. യകൂനുവിന്റെ ഖബറാണ് സഹൽ, അതുകൊണ്ട് നസ്ബ് ചെയ്തു ഇൻഷാ അല്ലാഹ്. റാജിഅ ദുറൂസ്, റാജഅ റജഅ മടങ്ങി. റാജ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, റാജ ആവർത്തിച്ചു. റാജ, റാജ ജാഹദ ഗ്രൂപ്പ്. റാജഉ അദ്ദുറൂസ, പാഠങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുറാജ നടത്തുക, റിവിഷൻ നടത്തുക. റാജ ജാഹദ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പഠിച്ചു കേട്ടോ. ഇതിൽ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ കഴിഞ്ഞ പാഠത്തിൽ മുമ്പത്തെ പാഠത്തിലുണ്ടാവും. ദുറൂസ്, ദർസും ജംഉഹു ദുറൂസ്. വതആവനു വലാ തതകാസലു. തആവന എന്താ അർത്ഥം? അൽ-മാഇദയിൽ പഠിച്ചില്ലേ?
താവന താവന പരസ്പരം സഹായിച്ചു. താവന താവന. അപ്പൊ അതിന്റെ കൽപ്പനയും അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. തദക്കറ ഗ്രൂപ്പ് ആയതുകൊണ്ട് താവനു താവിൻ താവൻ താവിന് വരില്ല. അത് മുതാവിനുൻ മുതാവിനുൻ സഹായിക്കുന്നവൻ, താവൻ സഹായിക്കപ്പെടുന്നവൻ. താവൻ. അപ്പൊ താവന മാളിയാണ്. താവന താവനു അതിന്റെ മാളിയിലെ ജമ്മാണ്. പിന്നീട് അമ്ര വരുമ്പോ എന്താവും? ജസ്മിയത്ത് പറയും. താവൻ എന്ന് ഏകവചനത്തിൽ ജസ്മിയത്ത് പറയും. പിന്നീട് ബഹുവചനം വരുമ്പോൾ മാവിയുടെ ജന്മം അമ്രന്റെ ജന്മം ഒരേപോലെ ഇരിക്കും. താവനു വല തകാസലു. അപ്പൊ എന്തായി? തകാസല തകാസല മടിയനായി, അലസനായി. കസ്ലാനിന്റെ തകാസൽ. നിങ്ങൾ എന്ത് ചെയ്യരുത്? മടിയന്മാരാകരുത്, അലസന്മാരാകരുത്. തകാസലു. അലസത കാണിക്കരുത്, മടി കാണിക്കരുത്, പാഠങ്ങൾ ആവർത്തിക്കുക. തകാസല അലസനായി, തകാസല കസ്ലാനായി. കസ്ലാൻ നമ്മൾ പഠിച്ചല്ലോ, അലസൻ. രണ്ട് താവരൻ തകാസല തസാഅല ഗ്രൂപ്പിൽ വന്നു. തസാഅല ഗ്രൂപ്പിൽ വന്നാണ്. വന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ തസാഅലിന് ഒരു തായുണ്ട്. തസാഅല ഗ്രൂപ്പ് വന്നപ്പോ തകാസല എന്ന് തകാസല അലസത കാണിച്ചു. പിന്നീട് എന്തായി? അത് നെഹിയാക്കുമ്പോ എന്ത് വരും? നമ്മള് ഫതഹയാണെങ്കിൽ എന്ത് ചെയ്യണം? നെഹിയാക്കുമ്പോ ലാ തഫ്തഹ്. അപ്പൊ ഫതഹ യഫ്തഹുവിന്റെ കൂടെ വന്ന അപൂർണ ക്രിയയുടെ താ അത് തന്നെ ഉണ്ടാവും നെഹിയുടെ കൂടെ, ലാ തഫ്തഹ്. അപ്പൊ അതേപോലെ അല്ല, അത് പറയാം. പിന്നെ തസാഅല വരുമ്പോൾ അതിന്റെ അപൂർണ ക്രിയ യതസാഅലു എന്ന് വരും. അപ്പൊ നിങ്ങൾ കാണിക്കരുത്, മടി അലസത കാണിക്കരുത് എന്ന് പറയുന്നത് രണ്ട് താ വരും. ലാ തതസാഅലു, ലാ തതകാസലു. ഓക്കെ. പിന്നെ എന്ത് ചെയ്യാം? ഒരു താ ഒഴിവാക്കാം. രണ്ട് താ ഒരുമിച്ച് വരുന്നേരം തദക്കറ ഗ്രൂപ്പിൽ രണ്ട് താ ഒരുമിച്ച് വരുന്നേരത്ത് ഒരു താ ഒഴിവാക്കാം. പക്ഷെ ഇവിടെ ഒഴിവാക്കാൻ ഉപയോഗിച്ചിരിക്കും. ലാ തനജസു എന്ന് പറഞ്ഞെടുത്ത് എന്താണ്? ലാ തജസ്സസു എന്നൊക്കെ പറഞ്ഞെടുത്ത് അത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പഠിച്ചു പഴയ പാഠത്തിൽ, കഴിഞ്ഞ പാഠത്തിലുള്ളതാണ്. തദക്കറ ഗ്രൂപ്പിൻ്റെത് തജസ്സസ അതിൽപ്പെട്ടതാണ്. ഇവിടെ തകാസല് പിന്നെ തസാഅല ഗ്രൂപ്പാണ്. ഇവിടെ തകാസല വന്നു. മസ്ഊദ് നഹ്നു ഖായിഫൂന യാ ഉസ്താദ്. ഞങ്ങൾക്ക് നഹ്നു ഖായിഫൂന എന്ന് പറഞ്ഞു. നഹ്നു നഖാഫു എന്നാണ് ശരിക്കും അതിന്റെ പ്രയോഗം, അർത്ഥം. അതേസമയം പലപ്പോഴും അറബികൾ എന്ത് ചെയ്യും? ഈ മാളി മുതാരി ഇല്ലാതെ ഉള്ള പദങ്ങളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. സ്പോക്കണിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ മാളി മുതാരി ഇല്ലാതെ ഉപയോഗിക്കണം എന്ത് ചെയ്യണം? പിന്നെ ഇസ്മു ഫാഇൽ ഉപയോഗിക്കണം. അപ്പൊ കേൾക്കുന്ന ആൾക്ക് മാളി മുതാരി ഒന്നും അറിയാതെ തന്നെ സംഭവം ആർത്തവരാണ്. അനദാഹിബ് എന്ന് പറയും. അനദ്ഹബ് എന്ന് പറയുന്നതിന് പകരം അനദാഹിബ്, ഞാൻ പോകുന്നു. നേരത്തെ നമ്മൾ പഠിച്ച പാഠത്തിൽ ഞാന് ഹായിഫീന എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞു ഖായിഫീന? അവിടെ നസ്ബ് ചെയ്യണം എന്ന് പറഞ്ഞ്. അല്ല ഖായിഫീന എന്ന് പറഞ്ഞ അവിടെ വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. അത് സെന്റൻസ് പഠിച്ചോ? അങ്ങനെ ഹായിഫീന എന്നല്ല, വേറെ നമ്മള് പഠിച്ചു, വേറെ എന്തോ പഠിച്ചു. അപ്പൊ അതെന്താണ്? അത് ഇഖ്തിസാസിന് വേണ്ടിയാണ്. നഹ്നു മുസ്ലിമീന, നഹ്നു മുസ്ലിമീന ലാ നുശ്രികു ബില്ലാഹി. എന്താ പറഞ്ഞത്?
നെഹ്നു എന്നതിന്റെ പകരമായിട്ട് മറ്റൊരു വാക്ക് പറയണം അതിനെ വിശദീകരിക്കാൻ വേണ്ടി. അല്ലെ, നെഹ്നു ആരാണ്, ഏത് നെഹ്നുവാണ്, അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മുസ്ലിമീന എന്ന വാക്ക് ഉപയോഗിച്ചത്. നെഹ്നു മുസ്ലിമീന, ഞങ്ങൾ മുസ്ലിങ്ങൾ, ഞങ്ങളാകുന്ന മുസ്ലിങ്ങൾ, ലാ നുശ്രിക്കു ബില്ലാഹി, അള്ളാഹിൽ പങ്കുചേർക്കുന്നില്ല. ഇവിടെ എന്താണ്, നഹ്നു ഖായിഫൂന. ഇവിടെ നെഹ്നു മുബ്തദയും ഖായിഫ് ഖബറുമാണ്. നഹ്നു ഖായിഫൂന, ഞങ്ങൾ ഭയപ്പെടുന്നവരാണ്. അല്ലേ, ഞങ്ങളെ വിശദീകരിക്കാനുള്ളതല്ല ഖായിഫൂൻ ആണോ? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നഹ്നു ഖായിഫൂൻ, ഞങ്ങൾ ഭയപ്പെടുന്നവരാണ്. അല്ലെ, അവിടെ സെനസ് പൂർണ്ണമായി. നഹ്നു ഖായിഫൂൻ എന്ന് പറഞ്ഞപ്പോൾ സെനസ് പൂർണ്ണമായി. മറ്റേത് അങ്ങനെയല്ല. നഹ്നു മുസ്ലിമീന എന്ന് പറഞ്ഞെടുത്ത് സെനസ് പൂർണ്ണമായില്ല. നഹ്നു മുസ്ലിമീന, ഞങ്ങൾ മുസ്ലിങ്ങൾ, വാക്യം പറഞ്ഞില്ല. എല്ലാ നുശ്രിക്കും എന്ന് പറയുമ്പോൾ മാത്രമേ സെനസ് പൂർണ്ണമാവുന്നു. അവിടെ ബദലായിട്ടോ അല്ലെങ്കിൽ നേരത്തെ അഹുസ്സു എന്ന് നമ്മൾ പറഞ്ഞു, ഞാൻ പ്രത്യേകമാക്കുന്നു എന്ന അർത്ഥത്തിലാണ് നസ്ബിയത് പറയുന്നത്. അപ്പൊ നസ്ബിയത് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഖബറായില്ല, സെനസ് പൂർത്തിയായില്ല എന്ന് മനസ്സിലായി. റഫ്ഇ ചെയ്ത് പറഞ്ഞാൽ സെനസ് പൂർത്തിയായി എന്ന് മനസ്സിലായി. നഹ്നു ഖായിഫൂൻ, സെനസ് പൂർത്തിയായി. നഹ്നു ഖായിഫൂൻ മുബ്തദയും ഖബറുമായി. ഓക്കെ, നഹ്നു ഖായിഫൂന യാ ഉസ്താദ്, ഞങ്ങൾ ഭയപ്പെടുന്നവരാണ് ഉസ്താദ്, ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങൾ പേടിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയും. പക്ഷെ ഇവിടെ ടെൻസ് ഉപയോഗിക്കാതെ പറയും. ഖദൈന സനത കുല്ലഹ, ഖദൈന, അതെന്താ കഴിഞ്ഞുപോയി. ഖദൈന, ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചു കൂട്ടി, ഞങ്ങൾ പൂർത്തിയാക്കി. ഖദൈന സനത, വർഷം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു പോയി, ഞങ്ങൾ കടന്നുപോയി, ഞങ്ങൾ പൂർത്തിയാക്കി. അസനത കുല്ലഹ, സന പൂർണ്ണമായി ഞങ്ങൾ കഴിഞ്ഞുപോയി, ഞങ്ങൾക്ക് കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ഞങ്ങൾ പൂർത്തിയാക്കി. ഫിൽ ലഹ്വി വൽ ലഅബി, ലഹ്വ് എന്താ? വിനോദം. കളിയും വിനോദവും. ലഹ്വ് വിനോദം, വൃഥാവിൽ ചെലവഴിക്കുന്നതിനാണ് ലഹ്വ് എന്ന് പറയുന്നത്. രണ്ടും ഖുർആനിലുണ്ട്. ലഹ്വൻ. إذا قضيت الصلاة فانتشروا في الأرض. അവിടെ ഉണ്ട്. ലഹ്വ് വൃഥാവിൽ അല്ലെങ്കിൽ തമാശയിൽ, ലഅബി കളിയിലും ഞങ്ങൾ എന്ത് ചെയ്തു, കഴിച്ചു കൂട്ടി, പൂർത്തീകരിച്ചു, കംപ്ലീറ്റ് കടന്നുപോയി. إذا رأوا تجارة أو لهوا. أو لهوا. يا ليتنا اجتهدنا طوال العام كما نجتهد الآن قبيل الامتحان. കുറെ സംഗതികളുണ്ട്. നേരത്തെ നമ്മൾ അവസാനം പറഞ്ഞില്ലേ, കഴിഞ്ഞ പാഠത്തിൽ വന്നു കുബൈല. കുബൈൽ എന്താണ്? കുബൈല് തൊട്ട് മുമ്പ്, ബുഐദ് തൊട്ട് ശേഷം. നമ്മൾ ബുഐദാണ് അവിടെ പഠിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു കുബൈലും വരുന്നു. അപ്പൊ ബുഐദും കുബൈലും ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വെച്ചോളൂ. ഓപ്പോസിറ്റുകളെ നമ്മൾ പ്രത്യേകം എഴുതി വെച്ചിട്ട് വായിച്ചു പഠിക്കാം. കുബൈല് ബുഐദ്. അപ്പം എന്താണ് കുബൈലൽ ഇംതിഹാൻ, പരീക്ഷയുടെ തൊട്ട് മുമ്പ്. ജിത്തഹിദു ഹാർഡ് വർക്ക് ചെയ്തു, പരിശ്രമിച്ചു. അപ്പൊ ഞാൻ ലൈറ്റ് എന്താണ്? ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ബട്ട് ആയില്ല, മോശമായി പോയി എന്ന്. ഇതാണ് ലൈത്ത. യാലൈത്ത പറയുന്നു. യാലൈത്തയും യാ ഉപയോഗിച്ചിട്ട് വരും, യാ ഉപയോഗിക്കാതെയും വരും.
യഖൂലൂന യാ ലൈതന അതഅന അല്ലാഹ വഅതഅന റസൂല. അള്ളാഹു റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതെ. യാ ലൈത ഖൗമി യഅലമൂൻ. അല്ലേ? യാസീനില്ലേ? ഞങ്ങളുടെ കൗമ അറിയുന്നവരായിരുന്നു എത്ര നന്നായിരുന്നു. പക്ഷേ അവരറിഞ്ഞില്ല. അതായത് നടക്കാൻ തീരെ സാധ്യതയില്ല, വയറാണ്. ആ അർത്ഥത്തിലാണ് ലേറ്റ് വരിക. ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, പക്ഷെ ആയില്ല എന്നാണ് ശരിയാണ്. ഇപ്പൊ യാലൈത്തന ജിത്തഹദത്തന എന്നാണ്. യാലൈത്തന ജിത്തഹദത്തിന ജിത്തഹദിന യാലൈത്തന ജിത്തഹദിന. അതെന്താണ്? ജിത്തഹദയുടെ അംശം എന്താ? അംശത്തിൽ വസല ചേർത്ത് വായിക്കുമ്പോൾ പോകും. യാലൈത്തന ഞങ്ങൾ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജിത്തഹദിന ഞങ്ങൾ ഇജ്തിഹാദ് ചെയ്തിരുന്നെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ. തവാല, തവാല എന്ന് പറഞ്ഞാൽ ഉടനീളം, ഉടനീളം തവാല്. തൂല് നീളം, തൂല് നീളം, അറുപത് വീതി. തൂല് നീളം, തവാല എന്ന് പറഞ്ഞാൽ ഉടനീളം. വീതി എന്താ പറഞ്ഞത്? അറുപത് ഖുറാനിലുണ്ട്. അറുദുഹാക അറുദു സമാ. അയിനാണ്. അയിന് അയിന് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം ഈ അർലു ഹാസ് എന്നിട്ട് കാണില്ല നമ്മള് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്താ ഇത്? അർലു ഹാസ്. ആറില്, ആറില് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അവിടെ ആറില് ഡിസ്പ്ലേ ചെയ്യാന്ന് അർത്ഥമുണ്ട്. ആറില് കേട്ടോ. ആറല്ല ഇരുന്നു അല്ല, ആറില് ആറില് ഡിസ്പ്ലേ ചെയ്യുന്നു. അതാണ് മാറല്. മാറല് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ എക്സിബിഷൻ സെന്റർ, ഷോറൂം എന്ന അർത്ഥത്തിൽ മാറല് ഉപയോഗിക്കും. അവിടെ എന്താണ്? അറള ഇരുന്നു എന്ന അർത്ഥത്തിലാണ്. ഇവിടെ എന്താണ്? അറള് നൗണായിട്ട് ഉപയോഗിച്ചാൽ വീതി എന്നും അർത്ഥം. തൂല് നീളം, തവാല ഉടനീളം. അപ്പോ ജിത്തഹദിന ഞങ്ങൾ ജിത്തിഹാദ് ചെയ്തിരുന്നെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തവാലൽ ആം, ആം അറിയാമല്ലോ? വർഷം. ആം വർഷം. ആം എവിടെ ഉണ്ട് ഖുറാനില്? യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അല്ല, യൂസുഫ് നബി അല്ല, സ്വപ്ന വ്യാഖ്യാനം നടത്തിയ സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, രാജാവ് സ്വപ്നം കണ്ടില്ലേ? നേരത്തെ യൂസുഫ് നബി വ്യാഖ്യാനം പറയുന്നുണ്ട് സ്വപ്നത്തിന്റെ. ആമൻ, അതിനുശേഷം ഒരു വർഷം വരും. എന്താ ആമുൻ യുഹാസുന്നാസു. ഫീഹി യുഹാസുന്നാസു ഫീഹി യഅ്ശറൂൻ എന്ന് പറഞ്ഞല്ലോ. അവിടെ ആമുണ്ട്, വർഷം. ലൈത്ത എന്നുള്ള ലവ് എന്നുള്ള അതേ ലവിലും അങ്ങനെ തന്നെയല്ല ഉദ്ദേശിക്കുന്നത്. ലവ് എങ്കിൽ എന്നാണ്. പക്ഷെ ലൈറ്റ് എന്താണ്? ലൈത്ത പ്രത്യേകം ഒരു സംഭവം. ലൈത്ത ഇന്ത്യയുടെ സഹോദരിയാണ്. മാത്രമല്ല ഈ ലൈത്ത എന്തുണ്ട്? ലൈത്ത അങ്ങനെ സാധിച്ചില്ല, അല്ലെങ്കിൽ നടന്നില്ല. 99% നടന്നില്ല എന്നർത്ഥം. വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ലൈത്ത വന്നാല്. അപ്പൊ ഇവിടെയും ഖുറാനിൽ പറഞ്ഞിരുന്നിടത്തും ഒക്കെ എന്താണ്? യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല. ഞാൻ എന്ത് ചെയ്തില്ല? റസൂലിനോടൊപ്പം റസൂലിന്റെ മാർഗം സ്വീകരിച്ചില്ല. സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ കഷ്ടം എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിലാണ്.
ജാലയത്തിന് ആതാൻ അള്ളാഹ ആതാൻ റസൂല, ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചില്ല, അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇജ്തിഹാദ് ചെയ്തില്ല, പരിശ്രമിച്ചില്ല. ജാലയിത്തന ജിത്തഹദിന, ഞങ്ങൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തവാലൽ ആം, ആ ഡ്യൂറേഷനിൽ ഉടനീളം, വർഷത്തിലുടനീളം, കമാന ജിത്തഹിദ്, ഞങ്ങൾ ഇപ്പോൾ നജിത്തഹിദ് വർക്ക് ചെയ്യുന്നത് പോലെ, അൽ ആൻ ഇപ്പോൾ, ഉബൈലൽ ഇംതിഹാനി, പരീക്ഷയുടെ തൊട്ട് മുമ്പ്, പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ വർഷം മുഴുവൻ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അൽമുദരിസ് കുനു മുതഫാഇലീൻ, കുനു മുതഫാഇലീൻ. തഫാഅല എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റ്. തഫാഅല അതിനല്ല, തഫാഅല വരുമ്പോഴത്തേക്ക് ഹംസ്, തഫാഅല ഹംസ് ഫ്ലോറിൽ എഴുതണം, ഒന്നിന്റെയും മുകളിലല്ലാതെ. തഫാഅല തൊട്ട് മുമ്പ് ദീർഘമായതുകൊണ്ട് തഫാഅല. അപ്പൊ തസാഅലയുടെ തസാഅല ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ് തഫാഅല. അപ്പോ മുതസാഇലുൻ എന്ന് പറഞ്ഞതുപോലെ മുതഫാഇലുൻ. തഫാഅല എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുള്ളവനായി, ഒപ്റ്റിമിസ്റ്റിക്. ബി പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ, ബി നെഗറ്റീവിന്റെ പോസിറ്റീവ് അല്ലേ, ബി പോസിറ്റീവ്. കുൻ മുതഫായിൽ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ബി ഓപ്റ്റിമിസ്റ്റ്. കുൻ മുതഫാഇൽ, നീ ഒപ്റ്റിമിസ്റ്റ് ആകുക. കൂനു മുതഫാഇലൂൻ, കൂനു മുതഫാഇലീൻ. കൂനു വന്നപ്പോ എന്ത് ചെയ്തു? എന്റെ ഖബറാണ്. കൂനു നിങ്ങളാകൂ, എന്റെ ഖബറാണ്. കൂനുവിൽ അൻതുമാണ് അതിന്റെ ഇസം, കാനയുടെ ഇസം. കാനയുടെ ഖബർ മുതഫാഇലീൻ, വലാ തകൂനു മുതശാഇമീൻ. അപ്പൊ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് മുതശാഇം. തശാഅമ എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റ് ആയിരുന്നു. തശാഅമ, തസാഅലയുടെ മറ്റൊരു, തസാഅലയുടെ മറ്റൊരു നിരാശ എന്നാണ് പറയാണ്. നിരാശയല്ല, അതായത് സാധ്യതയുണ്ട് സാധ്യതയില്ല എന്ന് നമ്മൾ പറയും. എപ്പോഴും നമ്മൾ പ്രതീക്ഷയുള്ളവരാകണം, പ്രതീക്ഷയില്ലാത്തവരാകരുത്. പെസിമിസ്റ്റ് ആകരുത്. എപ്പോഴും നെഗറ്റീവ് ചിന്തയിൽ നിന്നാണ് അതിലുണ്ടാകുന്നത്. നെഗറ്റീവ് ചിന്ത, സാധിക്കുകയില്ല എന്ന ചിന്ത ഉണ്ടാവുക. നിരാശ എന്ന് പറയുമ്പോൾ നടന്നു പോയ കഴിഞ്ഞുപോയ സംഗതിയിലല്ലേ നിരാശ ഉണ്ടാകുന്നത്. ഇത് പ്രതീക്ഷയുള്ളവൻ ആവുക, പ്രതീക്ഷയില്ലാത്തവൻ ആകരുത്. അപ്പൊ രണ്ടു വാക്കും ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വയ്ക്കണം. തഫാഅല, തഫാഅല ഒപ്റ്റിമിസ്റ്റ് ആയി. തശാഅമ പെസിമിസ്റ്റ് ആയി. അപ്പോ അതിന്റെ എന്താണ് ഇസ്മു ഫാഇല് മുതഫാഇലുൻ, മുതഫാഇലുൻ, മുതശാഇമുൻ. മുതഫാഇലുൻ ഒപ്റ്റിമിസ്റ്റ്, മുതശാഇമുൻ പെസിമിസ്റ്റ്. അപ്പോ കൂനു മുതഫാഇലീൻ, നിങ്ങൾ ഒപ്റ്റിമിസ്റ്റ് ആകുക. ലാ തകൂനു മുതശാഇമീൻ. അവിടെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, തസാഅലയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലെയ്റ്റയും പറഞ്ഞു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ബാക്കി വായിക്കുക. നൗഫല വൊക്കാബുലറി മാത്രം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ്.
ഒന്ന് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മൾ വായിച്ചു വയ്ക്കുക. കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചതാണ്, പഠിച്ചതും പഠിക്കാത്തതൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട വാക്കുകൾ. ഹായ് ഹായൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സമ്മായി സമ്മി. ഇൻഷാ കൂടുതൽ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം വായിക്കുക. കൂടുതൽ ഹദീസ് അതുപോലെ നെറ്റിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോകളൊക്കെ കേൾക്കാം. തഫ്സീർ ഏതെങ്കിലും ആയതെടുത്തിട്ട് അതിന്റെ തഫ്സീർ വീഡിയോ അടിച്ചു കൊടുത്താൽ അതിൽ തഫ്സീർ വീഡിയോ വരും. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജൊക്കെ നമുക്ക് കേട്ട് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. بإذن الله. السلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته.